ഇന്ന് ചേന മെഴുക്കുവരട്ടിയാണ് ഉണ്ടാക്കിയത്. അതിനായി ചേന ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടു. കയ്യിൽ എണ്ണ പുരട്ടുകയാണെങ്കിൽ ചൊറിയുകയില്ല. ആദ്യം ചേനയൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കുകയാണ്. അതിനായി പ്രഷർ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം. സാധാരണ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ ചേന വേഗത്തില്ല. പ്രഷർ കുക്ക് ചെയ്യുവാണെങ്കിൽ ഉപ്പ് ചേർക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഞാനിവിടെ ചേർക്കുന്നില്ല. ഇനി ചേനയുടെ പീസസ് ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചെറിയ പീസ് കുടംപുളിയാണ് ചേർക്കുന്നത്. ചൊറിയാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. സാധാരണ ആരും മെഴുക്കുവരട്ടിക്ക് അത് ചെയ്യാറില്ല, പക്ഷെ ഞാനത് ചെയ്യാറുണ്ട്. ചേനയുടെ ലെവലിന് താഴെ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കുടംപുളിയുടെ ഒരു ചെറിയ പീസ് മാത്രമേ അതിൽ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ട് മെഴുക്കുവരട്ടിക്ക് പുളിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. ഞാനിത് സ്ഥിരം ചെയ്യുന്നത്. നിങ്ങളും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രഷർ കുക്കർ അടച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. വെന്റിൽ നിന്നും സ്റ്റീം വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കണം. 2 പ്രാവശ്യം വിസിൽ വരുന്നതുവരെ ഞാൻ വേവിച്ചു. അതിനുശേഷം പ്രഷർ കുക്കർ മാറ്റിവെച്ചു. പ്രഷർ കംപ്ലീറ്റ് പോയതിനു ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. ചേന നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. കുറച്ച് വെള്ളം അതിലുണ്ട്. അതെല്ലാം നമുക്ക് വേണ്ട. കുടംപുളി എടുത്ത് കളയണം. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഒരു ചെറിയ പീസ് ചേർത്താൽ മതി, ഒരു പ്രശ്നവുമില്ല. ചില റെസിപ്പീസിൽ ചേന വേവിച്ച വെള്ളം വറ്റിച്ചെടുക്കാറുണ്ട്, അല്ലെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിനുശേഷം ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത്, ഉണക്കമുളക്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ച് വേണമെങ്കിലും ചേർക്കാം. പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്യുന്നതിന് പകരം ഇതേമാതിരി കട്ട് ചെയ്തിടുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതെല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കുകയാണ്. അതിനൊരു പ്രശ്നവുമില്ല. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. മെഴുക്കുവരട്ടിക്ക് ചെറിയ ഉള്ളിയാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. ഉള്ളി പെട്ടെന്ന് വഴറ്റിയെടുക്കാനും ചേനയ്ക്കുമുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കളർ ചേഞ്ച് വരുന്നതുവരെ വഴറ്റണം. ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ മെഴുക്കുവരട്ടിക്കൊരു പ്രത്യേക ടേസ്റ്റാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി ഫ്ലെയിം സിമ്മർ ചെയ്യണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളകിൻ്റെ പൊടി, ഉലുവാപ്പൊടി ഇത്രയുമാണ് ചേർത്തത്. പൊടികളുടെ റോ ടേസ്റ്റ് മാറിക്കിട്ടാൻ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഇനി അങ്ങോട്ട് കുക്കിംഗ് തീരുന്നത് വരെ ഫ്ലെയിം സിമ്മർ ചെയ്താണ് വെക്കേണ്ടത്. ഉലുവാപ്പൊടി കൂടാൻ പാടില്ല, ഒരു പിഞ്ച് മാത്രമേ ഞാനിവിടെ ചേർക്കുന്നുള്ളൂ. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന ചേന അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചേന വേവിച്ച വെള്ളം മുഴുവൻ അതിലേക്ക് ഒഴിക്കുന്നില്ല. ഹോൾസ് ഉള്ള സ്പൂണാണ് എടുത്തിരിക്കുന്നതെങ്കിലും ചേന വേവിച്ച വെള്ളം കുറച്ചൊക്കെ അതിലേക്ക് വീഴുന്നുണ്ട്. ഉപ്പ് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഇപ്പോൾ ചേർക്കണം. ഇനി അതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ചേന കുഴഞ്ഞു പോകാതെ മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം പാനിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിടണം. ഇനി ഒരു 5 മിനിറ്റ് അങ്ങനെ ഇരുന്നോട്ടെ. ഫ്ലെയിം സിമ്മറിലാണ്. 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടി ഇളക്കി കൊടുക്കണം. ചേന മെഴുക്കുവരട്ടി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ചേന പലരും കഴിക്കാൻ മടിക്കുന്ന ഒരു സാധനമാണ്, ചൊറിയും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ചേന മെഴുക്കുവരട്ടി പാനിലേക്ക് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ കുക്കിംഗ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം.